ദേശീയ യുവജന ദിനം ആചരിച്ചു. വള്ളികുന്നം ഇരിപ്പിക്കുളം വിവേകാനന്ദ ആർട്സ് ആൻഡ് റേഡിയോ ക്ലബ്ബ് വായനശാലയുടെ നേതൃത്വത്തിലാണ് വിവേകാനന്ദ ജയന്തി യുവജന ദിനമായി ആചരിച്ചത്. ഇലിപ്പക്കുളം വിവേകാനന്ദ ആർട്സ് ആൻഡ് റേഡിയോ ക്ലബ്ബ് വായനശാലയുടെ നേതൃത്വത്തിലാണ് വിവേകാനന്ദ ജയന്തി ദേശീയ യുവജന ദിനമായി ആചരിച്ചത്. ഇതിന്റെ ഭാഗമായി പ്രസംഗ മത്സരം നടത്തി. സൗഹൃദങ്ങളിൽ പോകുമ്പോഴും എവിടെ പോകുമ്പോഴും വളരെ സൂക്ഷ്മതയോടിരിക്കുമ്പോൾ അപ്പൊ അന്ന് അങ്ങനെ നമ്മളിവിടെ വരികയും സഹകരിക്കുകയും ബാല്യകാലങ്ങളിൽ ഉണ്ടായിരുന്ന നമ്മുടെ കലാവാസനകളെ പരിപോഷിപ്പിക്കുകയും നമ്മുടെ കലാവാസനകളെ കണ്ടെത്തി അതിനെ പരിപോഷിപ്പിച്ച് അത് നല്ല തലത്തിലേക്ക് എത്തിക്കുവാൻ ശ്രമിക്കുന്ന ഒരു അധ്യാപകരുടേതായ നല്ല മനസ്സുകളുടേതായ ഒരു കൂട്ടം ഞങ്ങൾക്ക് മുമ്പിലുണ്ട്. സുകുമാര സാറ്, മുരളി സാറ്, ശ്രീകുമാർ സാറ് ഉൾപ്പെടെയുള്ളവർ, സുബ്രഹ്മണ്യൻ, പിന്നെ രമേശൻ, അങ്ങനെ ഉൾപ്പെടെയുള്ളവർ ഞങ്ങളുടെ ജ്യേഷ്ഠന്മാരായി നിന്ന് ഞങ്ങളുടെ രക്ഷകർത്താക്കളായി നിന്ന് ഞങ്ങളെ രൂപപ്പെടുത്തുന്നത്. അപ്പൊ ആ രൂപപ്പെടുത്തലിന്റെ ഭാഗമായിട്ടാണ് ഞങ്ങൾ ആകാശവാണി. ഇന്ന് നിങ്ങളാരെങ്കിലും ആകാശവാണി കേട്ടിട്ടുണ്ടോ? റേഡിയോ കേൾക്കുന്നുണ്ട് നിങ്ങളാരെങ്കിലും? നമ്മുടെ പ്രിയപ്പെട്ട കൊച്ചു കൂട്ടുകാർ, നമ്മുടെ അനുജന്മാർ, സഹോദരന്മാർ, നമ്മുടെ മക്കളായിട്ടുള്ളവർ എല്ലാവരും ഇവിടെ നിങ്ങൾ കേൾക്കുന്നുണ്ടോ? വള്ളികുന്നം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സി അനിത, ഗ്രാമപഞ്ചായത്ത് അംഗം കെ മൻസൂർ എന്നിവർ വിവേകാനന്ദ ജയന്തി സന്ദേശം നൽകി. യുവജനങ്ങൾക്ക് വേണ്ടിയാണ് അദ്ദേഹം ഉള്ളതെന്നും രാഷ്ട്രത്തിന് പോലും മനസ്സിലായത്. അപ്പോൾ ഈ ക്ലബിന്റെയും ഇതിന്റെ മഹത്വം നിങ്ങൾ അവിടെ മനസ്സിലാക്കണം. അന്നത്തെ ഈ ക്ലബ്ബ് രൂപീകരിക്കാൻ വേണ്ടി മുന്നിട്ടിറങ്ങിയവർ ഇന്നും നമ്മുടെ വേദിയിൽ ഇവിടെ ഓരോരുത്തരും ഇരിക്കുന്നുണ്ട്. അഭിമാനത്തോടെ എനിക്ക് വരെ പറയാം, അന്ന് മുതൽ ഇന്ന് വരെ അവർ ഈ ക്ലബിന് വേണ്ടി നിൽക്കുന്നു. സ്വാമിനാഥനെ പറ്റി അധികം ഞാൻ പറയുന്നില്ല. എനിക്ക് ഇത്രയും പറയാനുള്ളത്, അദ്ദേഹത്തിന്റെ ദർശനങ്ങൾ നിങ്ങൾ ഓരോരുത്തരും മനസ്സിൽ കൊണ്ടുവന്ന് നിങ്ങൾ ഈ യൂത്ത് നശിച്ചു പോകാതെ നമ്മൾ മുന്നോട്ട് ഭാരതത്തിനെ, നമ്മുടെ സ്വപ്നത്തിനെ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകും. വിവേകാനന്ദ ആർട്സ് ക്ലബ് ജോയിന്റ് സെക്രട്ടറി ടി അരുൺ സ്വാഗതം പറഞ്ഞു. സംസ്ഥാന ലൈബ്രറി കൗൺസിൽ അംഗം വള്ളികുന്നം രാജേന്ദ്രൻ, അലക്സ് ഫിലിപ്പ്, നുസ്രത് ബീഗം, സന്ദീപ് KR തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, വള്ളികുന്നം.